ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. കറൻ്റ്ലി ഞാനുള്ളത് മണാലിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ മണാലിയിലെത്തി. നമ്മുടെ സാബി ബ്രോയുടെ ആദം 7 എന്ന് പറഞ്ഞിടത്ത് സ്റ്റേ ഒക്കെ എടുത്തതിന് ശേഷം ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 5:45 ഇനി നമ്മൾ നേരെ പോകുന്നത് സ്പിതി വാലിയിലേക്കാണ്. ഇന്ന് ഫുള്ള് സ്പിതി എക്സ്പ്ലോർ ചെയ്ത് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെയും കൂടെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു പരിപാടിയിലാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മിസ്സായിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ടാണ് ഇപ്പം ഇങ്ങ് താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് പോവേണ്ടത് റിട്ടേൺ, അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് നമുക്ക് പോവേണ്ടത്. കാലത്തെയുള്ള, അതായത് സൺറൈസിന് മുന്നേ ഉള്ള നമ്മുടെ മണാലിയിലെ കാഴ്ച നോക്കും. അങ്ങ് ഏറ്റവും ടോപ്പിലൊക്കെ കുറച്ച് മഞ്ഞുകൾ കാണാൻ പറ്റും. അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇപ്പോൾ മഞ്ഞില്ല. എന്തോ ഗൈസ്, ആ ദൂരെ കാണുന്നതാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ടിബറ്റൻ ഫ്ലാഗൊക്കെ കിട്ടിയ നമ്മുടെ മണാലിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു പാലം. ഇവിടെ വന്നു കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുക്കുന്നത് ആൾക്കാരുടെ ഒരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ ഇത് റോഡ് ലെവലിലുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലഡൊക്കെ വന്ന സമയത്ത് അതുവരെയുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയതാണ് കേട്ടോ. നമുക്കിതാ ഈ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് ബൈക്ക് കയറ്റി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ബൈക്കൊക്കെ ഇതിൻ്റെ മേളിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ കുറച്ച് ടാസ്ക്കാണ്, കല്ലൊക്കെ കൊണ്ടിട്ടേക്കുന്നത്. കഴിഞ്ഞ തവണ കുറച്ചും കൂടെ ടഫായിട്ട്, അതായത് കുറച്ച് പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കയറി പോകാനായിട്ട്. എന്താ കയറുന്ന അതാ പോയിട്ട് വരാം. ഗൈസ്, എൻ്റെ അടുത്ത് നിന്ന് എന്താണ് കളഞ്ഞു പോയതെന്നല്ലേ, ഞാൻ എൻ്റെ കാതിലൊരു കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കമ്മലാണ് എനിക്ക് ഇന്നലെ നഷ്ടപ്പെട്ടത് കേട്ടോ. ഇവിടെ നിന്ന് സാബിയുടെ റൂമിലെത്തി ഞാൻ കണ്ണാടി നോക്കുന്ന സമയത്ത് കമ്മൽ കാണുന്നില്ലായിരുന്നു. അപ്പോൾ കമ്മൽ എവിടെ പോയിന്ന് കുറേ നമ്മൾ തിരഞ്ഞു. വന്ന വഴി ഹെൽമെറ്റ് ഊരിയ സ്ഥലം എല്ലാം കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ഹെൽമെറ്റ് ഊരിയത് ഞാൻ ഫുഡ് കഴിച്ച ഈ ഒരു ദാബേര് സൈഡിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദാബയിൽ വെച്ചും പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. രാവിലെ നമുക്ക് റെഡിയായിട്ട് പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് നോക്കിയിട്ട് സാധനം ഉണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ ഫുൾ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റ് ബാത്റൂമിൽ രാഹുൽ പോകുന്ന സമയത്ത് ഈ ബാത്റൂമിൽ ആ വെള്ളം പോകുന്നതിൻ്റെ ഹോളിൻ്റെ സൈഡിൽ ഈ ഒരു കമ്മൽ വന്ന് എടുപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു കമ്മലിന്, അതായത് പ്ലാറ്റിനും ഡയമണ്ടൊക്കെ. ആ ഒരു കമ്മൽ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കത് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല, ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ആ സാധനം തിരിച്ചു കിട്ടി. ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ചെറുത് നമ്മളെ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്ര സൈസിലുള്ളൊരു സാധനമാണ്. അത് നഷ്ടപ്പെട്ടപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കിട്ടിയപ്പം ഒത്തിരി സന്തോഷം. രാഹുലാണ് അത് കണ്ടുപിടിച്ചെടുത്ത് തന്നത് കേട്ടോ. ബൈക്ക് കയറ്റണോ? അത് സ്റ്റോപ്പ് ചെയ്തൊക്കെയാ, തിരിച്ചറിയുമ്പം കയറാം. കാണിച്ചോട്ടെ. कल रात दिया था ना? हाँ दिनों दिया. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് സ്പിതി വാലിയിലേക്കാണ്. സ്പിതി വാലിയിൽ 1-2 സ്പോട്ടുകളുണ്ട്. അതും കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇന്ന് സ്പിതിയിൽ ടെൻഡ് ചെയ്ത് നാളെ രാവിലെ നമ്മൾ സ്പിതിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ റൈഡ് പ്ലാൻ. അങ്ങനെ നമ്മൾ മണാലി ബസ് സ്റ്റാൻഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടാക്സി സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എല്ലാം ഈ റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സാബീർ ആ ഒരു സ്റ്റേയിലേക്ക് കയറി പോകുന്ന വഴി. അപ്പോൾ ഇതുവഴി നമ്മൾ മെയിൻ റോഡ് വഴിയാണ് ഇന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലേക്കാണ്. ആ ലേക്ക് എന്തോ പേര് ഞാൻ മറന്നുപോയി. സൈഡിലുള്ള ഒരു മലയോര സൈഡ് കണ്ട, ഇതിലും ആ ഒരു കല്ല് മാത്രമാണ് ഇങ്ങനെ ഫിക്സ് ആയിരിക്കുന്നത് കേട്ടോ. കല്ലും മണ്ണും കൂടെ മിക്സായ ഒരു സംഗതിയാണ്. ഒരു കല്ലളായി കഴിഞ്ഞാൽ എല്ലാം കൂടാതെ ഇങ്ങനെ താഴെ പോവും. അങ്ങനെയാണ് ഈ ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. വാവ്, അങ്ങ് ദൂരെ റോത്താങ് മലനിരകളിൽ മഞ്ഞടിഞ്ഞ് കിടക്കുന്നത് കണ്ട. വാവ്, വാട്ട് ആൻ എക്സ്പീരിയൻസ് ദിസ് ഈസ്. എൻ്റെ മച്ചാമാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാഴ്ച എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. This is not a small thing. This is the biggest. നമ്മളെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഈ ഒരു സ്പോട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ. ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഒരു നിമിഷം ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ജീവിക്കുന്ന നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ. രണ്ടും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ സൊലങ് വാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്തുള്ള ആക്ടിവിറ്റിയൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യാനായിട്ട് വരുന്നൊരു സ്ഥലം. ഇപ്പം മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലാത്ത ആക്ടിവിറ്റികളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെ സ്പിതിയിലേക്ക് പോകുന്നു. അതിന് മുന്നേ നമ്മൾ മണാലിയിൽ നിന്ന് നമ്മുടെ ബൈക്കിലൊക്കെ ഫുൾ ടാങ്ക് ഫ്യൂല് ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 ചെറിയ ക്യാനിൽ ഇന്നലെ ഫില്ല് ചെയ്ത ഫ്യൂൽ ഇരിപ്പുണ്ട്. പിന്നെ 2-3 കുപ്പിയിൽ വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ലാസ്റ്റ് പമ്പിൽ നിന്ന് വാങ്ങിക്കാം. അവിടെ ഇനി കാസയിൽ മാത്രമേ പമ്പുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് സൊലങ് വാലിയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് അട്രാക്ഷൻ പോയിന്റ് കേട്ടോ, അട്രാക്റ്റീവ് പോയിന്റ്. കാരണം ആ ഒരു ഭാഗത്തെല്ലാം മഞ്ഞ് നിറഞ്ഞിട്ട് ഇങ്ങനെ മഞ്ഞിലിങ്ങനെ സ്കീ ചെയ്ത് വരുന്നൊരു സെറ്റപ്പൊക്കെ ഇവിടെയാണ് ആക്ടിവിറ്റീസൊക്കെ നടക്കാറ്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ സ്വാമിജി എങ്ക പോറീങ്ക?
ഗൈസ് അങ്ങനെ നമ്മൾ അടൽ ടണൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അടൽ ടണലിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ പോർഷനിൽ എത്തിയിരിക്കുകയാണ്. വാവ്, ഇനി ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോ 1-2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിർത്താം. ഇവിടെ കുറേ ബൈക്കേഴ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. വാവ്, ലെറ്റ്സ് സീ. ഇവരെ ഏതോ കമ്പനിക്കാരാണ് കേട്ടോ. കൊള്ളാം. നമ്മുടെ ബൈക്കിൻ്റെ മാപ്പിൻ്റെ ലൊക്കേഷനൊക്കെ പോയല്ലോ. നമുക്ക് നോക്കാം എന്താവും അവസ്ഥ. ഇതാണ് അടൽ ടണൽ. ഓക്കെ, വാവ്. കേറി. യെസ് ഗൈസ്, വി ആർ ഇൻ അടൽ ടണൽ. വാവ്, സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ കിലോമീറ്റർ എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. 20, 30, 40, 50 അങ്ങനെ എന്തോ ആണ്. അങ്ങനെ നമ്മൾ അടൽ ടണൽ കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വാവ്, സൂപ്പർബ്. ഇതിങ്ങനെ മറ്റേ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. ആ ഒരു ഇരുണ്ട ഇതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ അളിയ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ठीक है, उधर ही देना है, इधर ही. ठीक, हाँ जी, हाँ स्पीति. ठीक है. हाँ, मेरा नहीं हमारा साथ 3 ही बाइक है. नहीं, वो दूसरा होता है. എൻ്റെ മുന്നിലുള്ള നമ്മുടെ ചങ്ങായിമാരൊക്കെ പോയി. എൻ്റെ കയ്യിൽ മേപ്പൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി വിത്ത് ദിസ്. ഐ എം ലിവിങ് ഇൻ ദിസ് മൊമെൻറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ. എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി ഇൻ ദിസ് മൊമെൻറ്റ്. കഴിഞ്ഞ വളവിൽ ക്യാമറ ഓഫ് ചെയ്തതാണ് ഞാൻ. എനിക്കിത് ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മച്ചേ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ. വീണ്ടും ഇത് തന്നെ പറയുന്നതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മുടെയൊക്കെ മനസ്സിൽ, ഒരു കുഞ്ഞു മനസ്സിൽ തോന്നുന്ന ഒരു വലിയ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കണത്. എന്ത് പറയാനാണ് മച്ചാൻ പറയുന്നത്. മോളിൽ നിന്നൊക്കെ മഞ്ഞൊരു വീട്ട് അരുവിയായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ. വാവ്, വാട്ട് എ ഫീൽ. ഇതൊക്കെ ഇത്രയും ദൂരം നമ്മൾ ഏകദേശം ഒരു 3000 കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര പ്രഷർ ഉണ്ടെങ്കിലും, എത്ര ഇതുണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് അതിന് പകരം വയ്ക്കാനായിട്ട് ഒന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് നമ്മൾ ഹെൽമെറ്റിൻ്റെ വൈസറൊക്കെ ഓപ്പൺ ചെയ്ത് ഇവിടുത്തെ ഒരു പ്യുവർ എയറൊക്കെ ശ്വസിച്ച് വണ്ടി ഓട്ടിക്കുമ്പോൾ മനസ്സൊന്ന് റിലാക്സ് ആവുകയാണ്. ഹാജി, ഹം ചന്ദ്രദാത്താൽ സ്പിതി. എത്ര കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. എനിക്കൊന്ന് 40-50 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ടായിരിക്കും. കൊള്ളാം. അപ്പോൾ ഇതുവഴിയാണ് സ്പിതി ചന്ദ്രയാത്താലൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിതിപ്പം വൈസർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് കാറ്റടിച്ചിട്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ പറന്ന് കണ്ണിനകത്തൊക്കെ അടിക്കുകയാണ്. അപ്പോൾ വൈസർ ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുൾ ഓഫ് റോഡാണ്. ഇനി ഏകദേശം ഒരു 60-61 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ടാവും തോന്നുന്നു. ഈ വിഷ്വൽസൊക്കെ തട്ടിക്കൂട്ടി വീഡിയോ ആക്കി ഇടുമ്പോൾ സന്തോഷം. എൻ്റെ അമ്മച്ചേ. വാട്ടർ ക്രോസിങ്. എൻ്റെ അമ്മ ഉരുളം കല്ലുകളാണ്. വി ഹാവ് ടു ടേക്ക് കെയർ എ ലോട്ട്. ഓ സെറ്റ്. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി തീർന്നു കേട്ടോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ഒരു വിധത്തിലും വണ്ടിയൊന്നും മേളിലോട്ട് എത്തിക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ, അതുപോലത്തെ ടഫ് ഓഫ് റോഡുകളാണ് കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന കൂട്ടം ഓഫ് റോഡുകളല്ല. ബട്ട് റോഡില്ലാത്തത് കൊണ്ട് തന്നെ ഈ കല്ലും മണ്ണൊക്കെ വീണ് ഇങ്ങനെ കിടക്കുന്ന, ഏത് നിമിഷവും മലയിടിഞ്ഞ് വരാം, കല്ലുരുണ്ട് വരാം. ഈ ഒരു വാലിയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓട്ടിക്കുമ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ ഗൈസ്. ഇവിടെ തെർമോക്കോൾ ഉരുവി കിടക്കണത് പോലെ 1-2 സാധനങ്ങളിവിടെ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. എന്താ ഒരു ഗുഹ പോലെ സെറ്റായി കിടക്കുന്നുണ്ട. ഇത് തെർമോക്കോളല്ല, ഐസ് ഉരുവി ഇറക്കുന്നതാണ് മച്ചാന്മാരെ. ഐസ് ഇങ്ങനെ മൂടി കിടന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഐസ് ഉരുക്കി ഇങ്ങനെ ചില്ലറയായിട്ട് ഇറങ്ങുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എന്താ ഈ കാണുന്നതൊക്കെ ഐസാണ്. സി ഐസാണ് കേട്ടോ. കൊള്ളാം. ഐസ് ഇങ്ങനെ ഉരുകി ഇറങ്ങുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ തീർന്ന് നമുക്ക് ഐസ്. ഐസ് വീണില്ല. തോന്നുന്നു ഡേ തലകൂടെ
ബാപ്പു ബാപ്പു ഡാ ഇതിൽ നിന്ന് ഒഴുകി വരുന്ന ഐസ് വെള്ളത്തിൽ വണ്ടി കഴുകണം കേട്ടോ വിശാൽ. വണ്ടി വരണം, മാറ്റിക്കൊടു. ഓഫ് റോഡ് അവസാനിക്കുന്നില്ല, ഓഫ് റോഡുകളോട് ഓഫ് റോഡ്. വാവ്, നമ്മൾ സ്പിതി വാലി എക്സ്പെഡിഷനിലാണ്. ഓ മൈ ഗോഡ്, വി ആർ ഓൺ ട്രാക്ക്. അയ്യോ അയ്യോ, തലയൊക്കെ പെരുത്ത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുന്നു കേട്ടോ. സന്തോഷം കൊണ്ടാണ്. കുറേ ദൂരം ഇറക്കമൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം എത്തി കേട്ടോ. അതായത് നമ്മൾ ആ ഒരു വെള്ളം ഒലിച്ചു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ഇത് ഒഴുകി പോകുന്ന അതിൻ്റെ ലെവലിനോട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഹൈറ്റ് കൂടി പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ നമുക്ക് ടെൻഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ കേട്ടോ. അയ്യോ തളന്ന്. നമ്മൾ ഓഫ് റോഡ് ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി വൈബ്രേറ്റ് ആവും. നമ്മൾ അതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മുടെ ബോഡി ഈസിലി ഇതാവും കേട്ടോ, ടയർഡാവും. ഹായ് ഹലോ സായിപ്പേ. വാ, കൊള്ളാം. ധാരാളം സ്പാൻ. വഴിയില്ലാത്ത വഴിയിൽ കൂടെയൊക്കെ പോണ് രണ്ടുപേര്. പെട്ട് नेपाल में किधर है? हाँ, नाजरकोट. Baik timi sendrama ya palau ni. Nepali गाना है ना. La 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 la. मेरे को थोड़ा पता है. കുറച്ച് അത് ഇപ്പം പറയാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, പൊടിയടിച്ച് വായിക്കകത്ത് തലയ്ക്കകത്തൊക്കെ കയറി ഗൈസ്. ഈ ഒരു 4-5 ഹിറ്റാച്ചി വന്ന് നിന്ന് ഈ ഫുള്ള് വഴിയും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, നമ്മളിപ്പം ആ ഒരു ലേക്ക് പോലും എത്തിയിട്ടില്ല. ലേക്കിലേക്ക് എത്താനായിട്ട് ഇനിയും 10-30 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, ഓൾ ദി ബെസ്റ്റ്. പതുക്കെ പോ. എൻ്റെ ശിവനെ, എന്തരുത്. അയ്യോ, ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ? ഓഫ് റോഡ് ചെയ്ത് പണ്ടാറടങ്ങി. അയ്യോ, ചെവിയൊക്കെ ഇരുന്ന് വിറയ്ക്കുന്നു. ഈ ഒരു സ്പോട്ടിലെത്തിയപ്പം ഇവിടെ ഉള്ള കാഴ്ച ഉണ്ടോ? എൻ്റെ അമ്മോ, സെറ്റപ്പ് ചെയ്യട്ടെ. നമ്മൾ പാറ തുറന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അവിടെ നിന്ന് വെള്ളച്ചാട്ടം നോക്ക്, വെള്ള കളറിൽ. സൂപ്പർ തന്നെ. നമ്മൾ പിള്ളേരെ അതുവഴി പോകുന്നു. ഇറ്റ്സ് ആൾസോ റിയലി 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 നൈസ്.
അയ്യോ, നമ്മൾ ഇതുവരെ ഓടിയിട്ട് നമ്മൾ വിചാരിച്ച ലൊക്കേഷനിൽ എത്തിയില്ല കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് ഓടുന്നു. ഇവിടെ ഒരു 2 കിലോമീറ്റർ പോകാനായിട്ട് തന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടഫ് ഓഫ് റോഡാണ്. അയ്യോ, തണുപ്പും കൂടുന്നുണ്ട്, ടെമ്പറേച്ചറൊക്കെ ഡൗൺ ആവുന്നുണ്ട്. ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ടാണ് ഇപ്പോൾ വണ്ടി ഓട്ടിക്കുന്നത്. ഇപ്പോൾ ഒരു ബാറ്ററി കഴിഞ്ഞു. ക്യാമറയുടെ ഫോണിലൊന്നും ഇതുവരെ നെറ്റ്വർക്ക് വന്നിട്ടില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, ബട്ട് ഇവിടെ എത്തുമ്പോൾ നെറ്റ്വർക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അയ്യോ ഗൈസ്, അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ വന്നപ്പോൾ ഒരു ക്യാമ്പിംഗ് സൈറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള ക്യാമ്പിംഗ് സൈറ്റുകളാണ് ഇനി ഇങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള റൈഡേഴ്സിനും ട്രക്കേഴ്സിനും ട്രക്കിങ്ങിനൊക്കെ വരയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ആശ്രയം. ഇവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെങ്കിൽ മഞ്ചി തിന്നിട്ട് മിണ്ടാതിരിക്കായിരുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ ആസ്വദിക്കേണ്ടത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഹായ് ഗൈസ്, നമ്മളിപ്പം വേറെ ഏതോ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊള്ളാം, വല്ലാത്തൊരു ഫീല്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ടേ. 7:30 ആയിട്ടും ഇവിടുത്തെ സൂര്യന് ഒരു റെസ്റ്റും ഇല്ല. പുള്ളി ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ സൂര്യൻ ഈസ് സ്റ്റിൽ വർക്കിംഗ്. യെസ്, ചന്ദ്രയാത്താലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഫൈനലി 7:30 നമ്മൾ എത്തിയിരിക്കുകയാണ്. കിലോമീറ്റർ ആവാ? ഇനി എത്ര കിലോമീറ്റർ? 4.2. ഓക്കെ, അങ്ങനെ നമ്മൾ ഹിമാലയൻ മലനിരകളിലൂടെ എന്ത് താലളിയാ? എന്ത് താള്? ചന്ദ്രതാൽ ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കണം കേട്ടോ. നമുക്കിവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ഇവിടെ വല്ല പോലീസ് മാമൻ്റെ അടുത്ത് ചോദിക്കാം. ടെൻ്റ് അടിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കേണ്ടി വരും. വീഡിയോ എല്ലാവരും കാണുക. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം എല്ലാം കൂടെ ഒന്ന് വീഡിയോയിൽ കമൻറ്റായിട്ടൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരാൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സന്തോഷം.